കോഴിക്കോട് പോലീസ് സൊസൈറ്റിയിൽ വ്യാജരേഖകൾ ഉപയോഗിച്ച് ലോണായി വൻതുക തട്ടിയെന്ന പരാതിയിൽ കഴമ്പില്ലെന്ന് വിജിലൻസ്. പോലീസ് സൊസൈറ്റിയിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ അനധികൃതമായി ഒന്നും കണ്ടെത്തിയില്ല. കമ്മീഷണർ ഓഫീസിലെ ജീവനക്കാരായിരുന്നു പരാതിക്കാർ. ഷബീർ ഉമർ ചേരുന്നു. ഷബീർ, വിവരങ്ങൾ. ധന്യ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെ ജീവനക്കാരനായിരുന്നു ഈ പരാതിക്ക് പിന്നിൽ. അദ്ദേഹം നൽകിയ പരാതിയിൽ പറയുന്നത് തൻ്റെ ജാമ്യത്തിൽ നേരത്തെ അവിടുത്തെ മറ്റൊരു ജീവനക്കാരന് വേണ്ടി ലോൺ എടുക്കാൻ ജാമ്യം നിന്നിരുന്നു. ആ ജാമ്യത്തിൽ പറഞ്ഞിരുന്ന തുകയിനേക്കാൾ കൂടുതൽ തുക വ്യാജമായി രേഖയുണ്ടാക്കി തട്ടി എന്നായിരുന്നു ഈ പരാതിയിൽ പറഞ്ഞിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു വിജിലൻസ് ഇന്ന് കോഴിക്കോട് സിറ്റി പോലീസ് എംപ്ലോയീസ് സഹകരണ സംഘത്തിൽ പരിശോധന നടത്തിയത്. ഈ പരിശോധനയ്ക്ക് ശേഷം വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ പരാതിയിൽ കഴമ്പില്ല, പരാതി തെറ്റാണ് എന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതായത് ഈ പരാതിയിൽ പറഞ്ഞിരുന്നത് 2.5 ലക്ഷം ലോൺ എടുക്കാൻ വേണ്ടിയാണ് താൻ ജാമ്യം നിന്നത്. എന്നാൽ ഈ രേഖ കൃത്രിമം കാണിച്ച് പിന്നീട് 25 ലക്ഷം രൂപ വരെ തട്ടി എന്നായിരുന്നു പരാതി. അപ്പോൾ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ആദ്യം 20 ലക്ഷം രൂപയാണ് ലോൺ എടുത്തത്, പിന്നീട് ഇത് പുതുക്കിയാണ് 25 ലക്ഷം രൂപയാക്കി മാറ്റിയത് എന്നാണ് വിജിലൻസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കുമെന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാലും ഇതേ സമയം തന്നെയാണ് ഈ സഹകരണ സംഘത്തിനെതിരെ വ്യാജമായ പരാതികളും പ്രചാരണങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് ഈ ഭരണസമിതി, അതായത് സിറ്റി പോലീസ് എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെ ഭരണസമിതി നൽകുന്ന വിശദീകരണം. ഈ പറഞ്ഞതുപോലെ ഈ പരാതിയിൽ കഴമ്പില്ല എന്നാണ് വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയത്. ഈ പരാതി വ്യാജമാണ്. കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ലോൺ അനുവദിച്ചിട്ടുള്ളത്, നാളിതുവരെ ലോൺ അനുവദിച്ചിട്ടുള്ളത്. മറ്റു തരത്തിലുള്ള ക്രമക്കേടുകളൊന്നും ഈ സഹകരണ സംഘത്തിൽ നടന്നിട്ടില്ല എന്നുമാണ് ഈ സഹകരണ സംഘത്തിന്റെ ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുള്ളത്. ധന്യ. ശരി ഷബീർ.